ए रानी, तुम्हारे पास कोई नहीं आता। अब समय गए है इस काम को रखने का। अगर मैं यह काम बंद कर दूंगा तो भूख से मर जाऊंगा और भूख से सजने का यही एकमात्र तरीका है। अरे देखो, वह कोई लटा हुआ है। वह एक लड़की है, उसमें जीवन है। चिंता मत करो, चले, नहीं तो हम मुसीबत में पड़ जाएंगे। यह इस जीवन है, चले इस अस्पताल ले चलते हो। हम यह नहीं है, आप खुदा को अस्पताल ले जाए, यह एक लड़की होगी, हम हो रहा है। മീര, നമ്മൾ എന്താ ഇവിടെ? ഏട്ടാ, ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ബ്രോത്തലുകളുള്ളത് ഇവിടെയാ. പിന്നെ ഇവിടെയാ കൂടുതൽ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ താമസിക്കുന്നത്. അതിന് നമ്മൾ എന്താ ഇവിടെ? നമ്മൾ വേദ അന്വേഷിച്ച് വന്നതല്ലേ? അത് വേദയെക്കുറിച്ചുള്ള അഡ്രസ്സ് ഈ സ്ട്രീറ്റിൽ നിന്നാണ് കിട്ടിയത്. എന്താ? അതെ ഏട്ടാ, വേദയും കൂടെയുള്ള ആ സ്ത്രീയും ഇവിടെയാ ഉള്ളത്. കണ്ണ, എനിക്ക് മുൻപിൽ ഇനി ഒന്നും ചിന്തിക്കാനില്ല ഏട്ടാ. എനിക്ക് അയാളെ കണ്ടെത്തിയാൽ മാത്രം മതി. ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം. എനിക്ക് അയാളെ കണ്ടെത്തിയേ തീരൂ. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. നീ വേദയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടും. हे भाई, क्या इस फोटो वाला बच्चा यही है? ओह, यह रानी की बेटी है। वह 2 दिन पहले यहाँ से चली गई। कुछ समय से उनके दर पर पुरुष नहीं आ रहे हैं। जाओ अंदर राधा कृष्ण को അതെ അതെ, ഇനി ആ കുട്ടിയുടെ കാര്യം കഷ്ടം തന്നെയാ. ആരും ഇല്ലാത്തവർക്ക് ഈശ്വരൻ തുണ. അതെ ചേട്ടാ, ഈ ജയദേവന്റെ വീട് ഇത് തന്നെയല്ലേ? അതെ, ഇത് തന്നെയാ വീട്. വിവരം അറിഞ്ഞിട്ടുള്ള വരവാണോ? അതെ, ജയദേവൻ എൻ്റെ സഹോദരനാ. കുറച്ചു നാളു മുന്നെയാ മോളുടെ വിവാഹത്തെപ്പറ്റി ഒരു കത്തെഴുതിയത്. കുറെ വർഷങ്ങൾക്ക് മുന്നേ നാട് വിട്ടു പോന്നതാ.
ഇപ്പോഴാ അഡ്രസ്സ് കിട്ടിയത്. ചടങ്ങുകൾ തുടങ്ങിയോ? ചടങ്ങോ? അപ്പോ നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഒരു വിവാഹമല്ല, മറിച്ച് മരണകർമ്മങ്ങളാണ്. എന്താ, മരണോ? ഉവ്വ്, നിങ്ങളുടെ സഹോദരൻ ജയദേവന്റെയും ഭാര്യ മായയുടെയും മരണം ഇവിടെ നടന്നിരിക്കുന്നത്. ജയദേവനും മായയ്ക്കും ഒരേ ഒരു മകളായുള്ളത്. ചൊവ്വാദോഷം ഉള്ളത് കൊണ്ട് മാത്രം ഈ ചെറുപ്രായത്തിലൊരു വിവാഹം നടത്താൻ തീരുമാനിച്ചു. സ്ത്രീധനത്തുക കൊടുക്കാൻ ഈ വീട് തന്നെ വിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആളുകൾ കബളിപ്പിച്ചു. ചെക്കൻ്റെയും വീട്ടുകാരുടെയും മുന്നിൽ മാനം കെട്ടു. സഹിക്കാൻ വയ്യാണ്ട് ജയദേവനും മായും ആത്മഹത്യ ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ കർമ്മങ്ങൾ തുടങ്ങും. ചെന്നോളൂ, മോൾ അകത്തുണ്ടാവും. അതെ, കർമ്മങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എന്താ സുധാകര താൻ പറഞ്ഞു വരുന്നത്? എന്ത് തീരുമാനം? തീരുമാനിച്ച ദിവസം തന്നെ വിവാഹം നടത്താൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റൊരു മുഹൂർത്തം നോക്കി ചടങ്ങുകൾ നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ്. പക്ഷേ സ്ത്രീധനമായി തരാന്ന് പറഞ്ഞ തുക തന്നെ ഞങ്ങൾക്ക് കിട്ടണം. കൂടെ ഒരു 3 ലക്ഷം കൂടി വേണം. ശേഖര, അതിപ്പോ പെട്ടെന്ന് പിന്നല്ലാണ്ട് എപ്പോഴാ പറയണേ? മരിച്ചവര് മരിച്ചു. ഇനി ജീവിച്ചിരിക്കണവരുടെ കാര്യം നോക്കുക, അത്ര തന്നെ. ചൊവ്വാദോഷമുള്ള കുട്ടിയെ ഞങ്ങളുടെ മകന് വിവാഹം കഴിക്കാന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യ. അപ്പോ ഞങ്ങള് ചോദിക്കണ 5 ലക്ഷം വളരെ കുറവാ. തരാൻ കഴിയില്ലെങ്കിൽ ഈ വീട് എന്റെ മകന്റെ പേരിൽ എഴുതി വെച്ചോളൂ, ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല. അതാകുമ്പോ തരാന്ന് പറഞ്ഞ 30 പവൻ അങ്ങ് ഒഴിവാകൂല്ലോ. ഇത്തിരി മനസാക്ഷിയാവാം ശേഖര. ആ കത്തിയ 2 ചിതയിലെയും പുക പോലും മാഞ്ഞിട്ടില്ല. ഈ നേരത്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അല്പമെങ്കിലും മനസാക്ഷിയുള്ളത് കൊണ്ടല്ലേ ഈ വിവാഹം മുൻപോട്ട് കൊണ്ടുപോകാൻ താല്പര്യം കാണിച്ചത്. എന്റെ മകനും കൂടി കൈയൊഴിഞ്ഞാൽ പിന്നെ വേറെ ആര് ഈ ചൊവ്വാദോഷക്കാരെ വിവാഹം ചെയ്യും? മനസാക്ഷിയുള്ളത് കൊണ്ടാ ഇത്രയെങ്കിലും താഴ്ന്നു തന്നത്. $5 ലക്ഷം രൂപയും ഈ വീടും. എങ്കിൽ വിവാഹം നടക്കും, അല്ലെങ്കിൽ ഞങ്ങള് കൈയൊഴിയും. എന്താച്ചാ നിങ്ങള് തീരുമാനിക്കുക. അത് ശേഖര, ഒന്നുകൂടി. വേണ്ട, ഈ വിവാഹം നടക്കില്ല. വില പേശാൻ ഇത് മൃഗമൊന്നുമല്ല, ഒരു മനുഷ്യ ജീവിയാ. ജയദേവനും മായയ്ക്കും സംഭവിച്ച ഏറ്റവും വലിയ തെറ്റാ ഈ വിവാഹത്തിന് സമ്മതിച്ചത്.
എന്റെ അനിയൻ ജയദേവനും ഭാര്യ മായയും മാത്രമേ മരിച്ചിട്ടുള്ളൂ. പക്ഷേ ജയദേവന്റെ ഏട്ടനായ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഈ ദോഷവും ഭാഗ്യമെല്ലാം മനുഷ്യൻ ഉണ്ടാക്കണതാ. ഇനി എന്റെ മോൾക്കൊരു ദോഷം ഉണ്ടെങ്കിൽ അതുതാ ഈ വിവാഹത്തോടെ ഇല്ലാണ്ടാവും. നിങ്ങളെപ്പോലുള്ളവരുമായി ബന്ധം കൂടാൻ ഞങ്ങൾക്ക് സമ്മതമല്ല. ഈ വിവാഹം നടക്കില്ല. നിങ്ങൾക്ക് പോവാം. ഇനി എന്ത് നോക്കി നിൽക്കുവാടാ? വാ പോവാം. എന്തിനാ കുട്ടി താല്പര്യമില്ലാഞ്ഞിട്ടും ഈ വിവാഹത്തിന് സമ്മതിച്ചത്? 4 വർഷം മുന്നേയാ ജയദേവൻ ഒരു രോഗം വന്നത്. രോഗം മൂലം ഒരു ജോലിക്കും പോവാണ്ടായി. അങ്ങനെ മോള് പഠിത്തം പാതിയിൽ നിർത്തി. മായയും മോളും പല ജോലികൾക്കും പോയാ ഈ കുടുംബം നോക്കിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാ മോളുടെ ജാതകത്തില് ദോഷമുണ്ടെന്ന് കാണുന്നത്. പെട്ടെന്നൊരു വിവാഹം നടത്തിയില്ലെങ്കിൽ പിന്നെ ഒരു വിവാഹയോഗം ഇല്ല. ഏതൊരു മാതാപിതാക്കളും അവരുടെ മക്കളുടെ ഭാവിയല്ലേ നോക്കണത്. ഇവിടെ ജയദേവനും മായയും അത് തന്നെ ചെയ്തു. മോളുടെ ഭാവിയെ കരുതിയ സമ്മതം പോലും ചോദിക്കാണ്ട് ഈ വിവാഹം ഉറപ്പിച്ചത്. മോൾ എന്തിനാ വിഷമിക്കണത്? ആരും ഇല്ലാണ്ടായിട്ടൊന്നുമില്ല. എല്ലാരും ഉണ്ട് മോൾക്ക്. തേടി വരാഞ്ഞത് വെറുപ്പുണ്ടായിട്ടല്ല, മറന്നിട്ടുമല്ല. പക്ഷേ കഴിഞ്ഞില്ല. മോളുടെ വിവാഹത്തെ പറ്റി ജയൻ ഒരു കത്ത് എഴുതിയിരുന്നു. അങ്ങനെയാ ഞങ്ങൾക്ക് ഇവിടുത്തെ അഡ്രസ്സ് കിട്ടിയത്. ഞങ്ങൾ ഇന്ന് മടങ്ങും. ഒപ്പം മോളും വരണം. ഇല്ല, ഞാൻ എവിടേക്കും വരില്ല. എനിക്ക് എവിടം വിട്ട് പോവണ്ട. ഞങ്ങൾക്ക് മനസ്സിലാവും മോളുടെ അവസ്ഥ. പക്ഷേ ഇവിടെ തനിയെ നിർത്തി പോകുമ്പോൾ ഒരു സമാധാനം കിട്ടില്ല. ഈ വീടിപ്പോ മറ്റൊരാളുടെയാ. അങ്ങനെയുള്ളപ്പോ ആരുടെ ഔദാര്യത്തിൽ എന്റെ കുട്ടി കഴിയണ്ട. അവിടെ മോൾക്ക് അവകാശപ്പെട്ടൊരു തറവാടുണ്ട്. ഇവിടെ വരും വരെ മോളെയും ജയദേവനെയും മായൊക്കെ ഒന്ന് കാണണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതായിരിക്കും ദൈവനിശ്ചയം. മോള് ഞങ്ങളുടെ ഒപ്പം വരണം. ജയദേവന്റെ മായയുടെയും അതേ അധികാരവും അവകാശവും ഞങ്ങൾക്കുണ്ടെന്ന് മോൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മോള് ഞങ്ങളുടെ ഒപ്പം വരണം. അവര് പറയണത് കേട്ടില്ലേ കുട്ടി? മറുത്തൊന്നും ആലോചിക്കാണ്ട് അവരുടെ ഒപ്പം പോവുക. ജയദേവനും മായയും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കണത്. ഇവിടെ തനിയെ നിന്നാ അത് ശരിയാവില്ല. മോൾ ഇവരുടെ ഒപ്പം പോവുക. അമ്മ, എവിടെയാള്? നീ ഇങ്ങനെ ധൃതി കൂട്ടാണ്ട് മാളു. മോളൊപ്പം തന്നെയുണ്ട്. ലച്ചു മോളെ. ലച്ചു, മോൾക്ക് മനസ്സിലായോ ആളെ? ഇത് മാളും. മോള് വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞപ്പോ തൊട്ട് കാത്തിരിക്ക ആള്. ഇനി അകത്തെത്തിയിട്ട് മതി ബാക്കി സംസാരം. മുത്തശ്ശി കാത്തിരിപ്പുണ്ടാവും. വാ മോളെ. അമ്മേ, മോളെ. ഗീതയും വീണു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ വയസ്സിയെ ഒന്ന് അവസാനായി കാണാൻ പോലും വന്നില്ലല്ലോ. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു എൻ്റെ മക്കൾക്ക് എന്നോട്. ഈ മുത്തശ്ശിയോട് മോൾക്കും ദേഷ്യാവും. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല തേടി വരാഞ്ഞത്. ജയദേവന്റെ മായയുടെ ഇഷ്ടം അറിഞ്ഞപ്പോൾ മുത്തശ്ശൻ സമ്മതിച്ചില്ല. അവരുടെ വിവാഹം നടത്തി കൊടുക്കില്ല എന്നുള്ള വാശിയായിരുന്നു. അങ്ങനെ അവർ നാട് വിട്ടപ്പോൾ അതിൻ്റെ ദേഷ്യം മുത്തശ്ശൻ മരിക്കണ വരെ ഉണ്ടായിരുന്നു.
ജയനാകെ 2 കത്തുകൾ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് മോള് ജനിച്ചപ്പോ ആ വിവരം പറഞ്ഞുള്ള കത്ത്. അന്ന് ആ കത്ത് വന്നപ്പോ അച്ഛൻ ആ കത്തുകൾ വായിക്കുക പോലും ചെയ്യാണ്ട് കീറിക്കളഞ്ഞു. പക്ഷേ അച്ഛൻ ജയന് തിരിച്ചൊരു കത്തെഴുതി. അതില് ഇവിടേക്കൊരു കത്തിനി അയക്കരുതെന്നായിരുന്നു എഴുതിയത്. അതുകൊണ്ടാവും ജയൻ പിന്നെ കത്തുകൾ എഴുതിയിട്ടില്ല. പിന്നെ ഇത്രയും വർഷം വേണ്ടി വന്നു ജയന് വീണ്ടും ഒരു കത്തെഴുതാൻ. അതിലെ മോളുടെ വിവാഹത്തെക്കുറിച്ചായിരുന്നു എഴുതിയിരുന്നത്. അച്ഛൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് അവിടെ വരാൻ കഴിയില്ലായിരുന്നു. എപ്പോഴും ഓർക്കൂട്ടോ, എൻ്റെ മോളെക്കുറിച്ച് എന്നും പ്രാർത്ഥിക്കും. മരിക്കണ മുന്നെയെങ്കിലും എൻ്റെ കുട്ടിയെ ഒന്ന് കണ്ടാ മതിയെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇനി എൻ്റെ മോള് ഞങ്ങളെ വിട്ടു പോവരുത്. അതുകൂടി താങ്ങാൻ ശേഷിയില്ല എനിക്ക്. അതിന് ഞങ്ങളെ വിട്ടിട്ട് വേണ്ടേ? ഇനി മോൾ ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ മോളെ? എന്താ എന്താ എൻ്റെ മോളുടെ പേര്? വേദലക്ഷ്മി. ശരിക്കും ഒരു ലക്ഷ്മി ദേവി തന്നെയാ എൻ്റെ കുട്ടി. ഒരുപാട് യാത്ര ചെയ്തതല്ലേ, മോൾക്ക് ക്ഷീണം ഉണ്ടാവും. ഗീതേ, മോൾക്ക് മുറി കാണിച്ചു കൊടുക്ക്. ശരി അമ്മേ. ഏട്ടാ, അവസാനമായിട്ടെങ്കിലും ജയേട്ടനെ കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ എനിക്ക്. എല്ലാം ദൈവനിശ്ചയമാണ്. അത് നമുക്കാർക്കും തടയാൻ കഴിയില്ലല്ലോ സീതേ. അല്ല, കണ്ണൻ വന്നില്ലേ? കണ്ണൻ ദുബായിലാ, നാളെ എത്തും. എങ്കിൽ എല്ലാവരും അകത്തേക്ക് വാ. ദേവേട്ടാ, അകത്തേക്ക് വാ. അനന്ത, വാ മോനെ. ആ, വരുന്നു അമ്മാവാ. അമ്മേ, അല്ല, എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇത്ര നേരത്തെ? നിശ്ചയാകുമ്പോ വരൂന്നല്ലേ പറഞ്ഞത്? പെട്ടെന്ന് വരുമെന്ന് കരുതിയതല്ലമ്മേ. ജയന്റെ കത്ത് വന്നപ്പോൾ തൊട്ട് വരാൻ തുടങ്ങിയതാ. പിന്നെ വേണു കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അതാ നേരത്തെ പോന്നത്. എല്ലാം പറഞ്ഞ് വിഷമിക്കല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എല്ലാ ഈശ്വര നിശ്ചയം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ചിന്തിക്കാണ്ട് ഇനി അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുക, അത്ര മാത്രമേ വേണ്ടൂ. അമ്മേ, മോളെവിടെ? ഇവിടെയുണ്ട്. നിങ്ങൾ വരണ കാര്യം അറിഞ്ഞിട്ടില്ല. ഗീതേ, മോളെ വിളിക്കൂ. ശരി അമ്മേ. അമ്മയ്ക്ക് ഇപ്പോൾ കാലിന് വേദന എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല, എങ്കിലും ഇത്തിരി ആശ്വാസമുണ്ട്. മുത്തശ്ശി, മോൾക്ക് മനസ്സിലായോ ഇവരെയൊക്കെ? അറിയാം സീത അപ്പച്ചി, അച്ഛൻ പറയാറുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുള്ള വരവാ. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആരുമില്ലാന്ന് കരുതണ്ടാട്ടോ, എല്ലാവരും ഉണ്ട് എൻ്റെ മോൾക്ക്. മോളുടെ പേരെന്താ? വേദലക്ഷ്മി. ശരിക്കും ലക്ഷ്മി ദേവി തന്നെയാ എൻ്റെ മോള്, അല്ലേ ദേവേട്ടാ?
എന്താ ഇപ്പൊ വന്നത്? ഹാ, അതെന്ത് ചോദ്യവാ? ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വന്നതല്ലേ. താലി കെട്ടാണ്ട് തന്നെ മുൻപേ നീ എനിക്ക് ഭാര്യയായതല്ലേ. എന്നെ തൊടണ്ട, മാറ്. എന്താടി ഭാര്യയെ അങ്ങനെ പറയാമോ? ഒന്നുമില്ലെങ്കിലും നിന്നെ കാണാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. അയ്യോ, ഡോക്ടർക്കപ്പോ എന്നെ പറ്റി ചിന്തയുണ്ടായിരുന്നു അല്ലേ? ഇന്നലെ കൂടി വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? ലീവ് കിട്ടില്ല, റിസ്ക് ആണ്, എന്തൊക്കെയായിരുന്നു. ഇപ്പതാ കൊഞ്ചാൻ വന്നേക്കുന്നു. എൻ്റെ മാളുവിനെ പറ്റി അല്ലാണ്ട് ഞാൻ പിന്നെ ആരെ പറ്റിയാ ചിന്തിക്കണ്ടേ? പിന്നെ വരണ കാര്യം, അത് നിനക്കൊരു സർപ്രൈസ് തരാന്ന് കരുതിയിട്ടല്ലേ പറയാതിരുന്നത്. മാളു, എന്നോട് പിണക്കവാ? എനിക്കാരോടും ഒരു പിണക്കവും ഇല്ല. മാറ്, എനിക്ക് പോണം. അങ്ങനെ ഇപ്പൊ പോവണ്ട, നിന്റെ പിണക്കം മാറിയിട്ട് പോയാ മതി. ആനന്ദേട്ടാ, വേണ്ട. വേണമല്ലോ. മോളെ, മാളു. അയ്യോ അച്ഛൻ, മാറന്തേട്ടാ. അച്ഛന് അമ്മയുണ്ട്, ഇങ്ങ് വാ പെണ്ണേ. ഈശ്വര, നന്നായി വയറ് വേദനിക്കുന്നുണ്ടല്ലോ. ഇന്നെന്താ ഡേറ്റ്? അയ്യോ മഹാദേവ, ഇന്ന് മാളോച്ചിയോടൊപ്പം അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞതായിരുന്നു. ഇനിയിപ്പോ എങ്ങനെയാ പോവുക? ലച്ചു, നീ ഒരുങ്ങിയോ? വേഗം വാ, ഇന്ന് അനന്തേട്ടനും ഒപ്പമുണ്ട്. അത് മാളോച്ചി, ഞാനിന്ന് വരുന്നില്ല. അയ്യോ, അതെന്താ മോളെ? അത് എനിക്കിന്ന് വരാൻ കഴിയില്ല. എന്താ മോളെ, ഡേറ്റ് ആയോ? ഓ, അതായിരുന്നു. എങ്കിൽ മോള് വരണ്ട കേട്ടോ, നമുക്ക് മറ്റൊരു ദിവസം പോവാം. മോളുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, അതൊന്ന് കുളിക്കുമ്പോൾ മാറും കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ളപ്പോ സ്ത്രീകൾ ആരും തറവാട്ടിൽ കുളിക്കാറില്ല. പുറത്ത് തറവാട്ട് കുളമുണ്ട്, അവിടെയാ കുളിക്കാറ്. മോളൊന്ന് കുളിച്ചു വരുമ്പോഴേക്കും ഈ ക്ഷീണമൊക്കെ മാറും. മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും വാങ്ങണോ? ഏയ് വേണ്ടേട്ടാ, എൻ്റെ കയ്യിലുണ്ട്. എങ്കിൽ ശരി, മോള് റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. ശരി. അഗ്നി, നീ എല്ലാം തീരുമാനിച്ചിട്ടാണോ കേരളത്തിലേക്ക് പോയത്? അതും നെക്സ്റ്റ് മന്ത് ആണ് ഇവന്റിന്റെ ഫൈനൽ മീറ്റിംഗ്. അതിനുള്ള പ്രിപ്പറേഷൻ പോലും കംപ്ലീറ്റ് ചെയ്യാതെ ഇപ്പോൾ കേരളത്തിലേക്ക് പോയാൽ എവറിത്തിങ് ഇസ് ഡൺ, യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഫൈനൽ മീറ്റിംഗിന്റെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവിടേക്ക് വന്നത്. വരാൻ പോകുന്ന ഇവന്റും എല്ലാം ഓൾമോസ്റ്റ് ഡൺ ആണ്. എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അതല്ലടാ, നീ ഇവിടുന്ന് മാറി നിന്നാൽ കാര്യങ്ങളൊക്കെ എനിക്കെല്ലാം ഇവിടെ മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? യാ, ഐ ട്രസ്റ്റ് ഇൻ യു. അതുകൊണ്ട് തന്നെയാ ഈ മെഗാ ഇവന്റിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. അത് നീ തെറ്റിക്കില്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ വരുന്നത് വരെ തനിക്ക് അവിടെയെല്ലാം മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അല്ല,
പെട്ടെന്നെന്താ കേരളത്തിലേക്ക്? ആനന്ദന്റെ മാളവികയുടെ എൻഗേജ്മെന്റ് നെക്സ്റ്റ് മന്ത് അല്ലേ? പിന്നെന്താ പെട്ടെന്ന് കേരളത്തിലേക്ക്? ഐ ഡോണ്ട് നോ മാൻ. എനിക്കും അറിയില്ല എന്താണെന്ന്. അച്ഛനും അമ്മയും ഏട്ടനും പെട്ടെന്ന് അമ്മയുടെ തറവാട്ടിലേക്ക് പോയി. ഏട്ടൻ വിളിക്കുമ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയണത്. എൻഗേജ്മെന്റിന് മുൻപേ എന്താ അവിടേക്ക് പോയതെന്ന് എനിക്കറിയില്ല. പിന്നെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, ഞാനും തറവാട്ടിൽ എത്തണമെന്ന്. പിന്നെ അമ്മയുടെ തറവാട്ടിൽ പോയിട്ട് വർഷം കുറേയായി. എന്തായാലും മീറ്റിങ്ങിന് ഞാൻ ഉണ്ടാവും. ഓക്കെ അഗ്നി, ഞാൻ തന്നെ സമയമുള്ളപ്പോൾ വിളിക്കാം. ബൈ. ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ നിനക്ക്. ഇവിടേക്കുള്ള വഴി മറന്നോ കുട്ടി നീ? മറന്നിട്ടൊന്നുമില്ല മുത്തശ്ശി, തിരക്കുകൾ കാരണം വരാൻ സാധിച്ചില്ല. ഇനി ഉടനെ പോവാന്ന് കരുതണ്ട. ഇത്തിരി നാൾ ഇവിടെ നിന്നിട്ട് പോയാ മതി. അയ്യോ മുത്തശ്ശി, അത് പറ്റില്ല. മാറി നിന്നാ ശരിയാവില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവിടെ. എന്തേ, നീ മാത്രമേ ഉള്ളൂ അവിടെ ജോലി ചെയ്യണേ? സ്വന്തം കമ്പനിയല്ലേ, എത്ര ജോലിക്കാരുള്ളതാ അവിടെ? വെറുതെ ആ ശമ്പളം കൊടുക്കണേ? അവര് ചെയ്യില്ലേ ജോലികളൊക്കെ? അയ്യോ അമ്മേ, അങ്ങനെ പറഞ്ഞാ പറ്റില്ല. എന്തിനും ഏതിനും അഗ്നിസാറിന്റെ മേൽനോട്ടം വേണത്രേ, എങ്കിലേ കമ്പനി പോലും മുമ്പോട്ട് നീങ്ങൂ. സ്വന്തം കമ്പനിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മുത്തശ്ശി. അമ്മ കളിയാക്കിയതാണെങ്കിലും അതിലും കാര്യമുണ്ട്. എന്തിനും ഏതിനും ഒരു നോട്ടം ഇല്ലെങ്കിൽ എല്ലാം പിഴയ്ക്കും. എങ്കിലും എത്ര നാള് കൂടിയാ എന്റെ കുട്ടി വരണേ? എന്നിട്ട് ഉടനെ പോവാ? ജോലി തിരക്കല്ലേ അമ്മേ, നമ്മൾ പറയണ പോലല്ലല്ലോ കാര്യങ്ങള്. ഒന്ന് മാറി നിന്നാ എല്ലാം അവതാളത്തിലാവും. എങ്കി എന്റെ കുട്ടി പോയിക്കോളൂ. പക്ഷേ ഇടയ്ക്ക് ഇവിടേക്ക് വരണം കേട്ടോ. അത് പിന്നെ പറയണം മുത്തശ്ശി, ഞാൻ ഇടയ്ക്ക് വരും. ഉവ്വ, വരും അത്രേ. ഇവിടെ ഞങ്ങൾക്ക് പോലും കാണാൻ കിട്ടില്ല. സ്വന്തം മകനെ കാണണമെങ്കിൽ അങ്ങോട്ട് ഫ്ലൈറ്റ് പിടിച്ച് പോണത്രേ. അത് പിന്നെ ദുബായ് അത്ര ദൂരമൊന്നും അല്ലല്ലോ, ഒരു 3 മണിക്കൂർ യാത്ര. പിന്നെ വന്നാലെന്താ, അല്ലേ മുത്തശ്ശി? ഉവ്വ ഉവ്വ. മക്കളെ രണ്ടാളെ ഒരുമിച്ച് കണ്ടിട്ട് എത്ര നാളായിന്നറിയോ അമ്മയ്ക്ക്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയ അത് പിന്നെ ബഹളാവും. അതിന് മക്കളെ സപ്പോർട്ട് പറയാൻ എന്തിനും ഏതിനും ദേവേട്ടനുണ്ട്. അല്ലമ്മ, എന്തിനാ എന്നെ വിളിപ്പിച്ചേ? നിങ്ങളെല്ലാരും ഇത്ര ധൃതിക്ക് വരാൻ എന്താ ഇത്ര കാര്യം? അതൊക്കെ പറയാൻ കണ്ണാ, അതിന് ഇനി സമയമുണ്ടല്ലോ. മോൻ വന്നല്ലേ ഉള്ളൂ. കുട്ടി പോയി കുളിച്ചു വായോ, ഭക്ഷണം കഴിക്കാം. ഗീതേ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം അമ്മേ. അയ്യോ അമ്മായി, എനിക്കിപ്പോ ഒന്നും വേണ്ട. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചു. എനിക്കൊന്ന് കിടന്നാ മതി. എങ്കിൽ മുകളിലേക്ക് ചെന്നോളൂ, അവിടെയാ മുറിയുള്ളത്. ശരി. ഹലോ ഹലോ റാം. ഹലോ ഹലോ റാം. ഹലോ കുഞ്ഞെ, ഈ പെട്ടികളൊക്കെ എവിടെയാ വെക്കേണ്ടേ? അതവിടെ തന്നെ വെച്ചാൽ മതി. ശരി കുഞ്ഞെ. ചേട്ടാ, എനിക്കൊരു കോള് വിളിക്കണമായിരുന്നു. ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ലേ? ഇവിടെ അങ്ങനെയാ, ചില കോളൊന്നും വിളിക്കാൻ പറ്റില്ല. ദാ വെളിയിലേക്ക് ഇറങ്ങി നോക്കൂ, ചിലപ്പോ വിളിക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ. ഹലോ റാം. അഗ്നി, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്താ കോള് കട്ടായത്? ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതാ കേൾക്കാൻ പറ്റാഞ്ഞത്. നീ എന്താ വിളിച്ചേ? ഏയ്, വേറൊന്നുമില്ലടാ. നീ എവിടെ എത്തിയോന്നറിയാൻ വിളിച്ചതാ. ഞാൻ കുറച്ചു മുന്നേ എത്തിയതേ ഉള്ളൂ. റൂമിലേക്ക് വന്ന് കയറിയപ്പോഴാണ് നീ വിളിച്ചത്. ആ, എങ്കിൽ ശരിയടാ, ഞാൻ അതറിയാൻ വിളിച്ചതാ. ശരിടാ.
ശബ്ദം ഉണ്ടാക്കരുത്. ഞാൻ അറിയാതെ ഇവിടേക്ക് വന്നതാ. ഇവിടെ നിന്ന് വേഗം പോ. ആ ആ ആ ആ, ഞാൻ പോവാം. സോറി. ഓ ഗോഡ്, ഏത് നേരത്തെ എനിക്ക് അവിടേക്ക് പോവാൻ തോന്നിയത്. ഡാമിറ്റ്, ഒരു സോറി പറഞ്ഞാലോ? വെയിറ്റ്, വൈ ഷുഡ് ഐ? സോറി പറയാൻ മാത്രം ഞാനെന്ത് തെറ്റാ ചെയ്തത്? അറിയാതെ സംഭവിച്ചതല്ലേ. ഓ നോ അഗ്നി, നിന്റെ തെറ്റാ. സോ യു ഷുഡ് സേ സോറി. എക്സ്ക്യൂസ് മീ. എന്ത് വേണം? ഏയ്, താൻ പാനിക് ആവണ്ട. ഞാനൊന്നും ചെയ്യില്ല. ഞാൻ തന്നോട് സോറി പറയാൻ വന്നതാ. ഞാൻ അറിഞ്ഞില്ല താൻ അവിടെ ഉണ്ടാകുമെന്ന്. അറിയാതെ സംഭവിച്ചതാ. എന്തറിയാതെ? തനിക്കെന്താ കണ്ണ് കാണില്ലേ? പടം അടച്ചിരിക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് താൻ വന്നത് അറിയാണ്ടാന്ന് പറഞ്ഞ ഞാനത് വിശ്വസിക്കണോ? ഹലോ, ഞാൻ പറഞ്ഞല്ലോ മനഃപൂർവ്വം അല്ലാന്ന്. അതിന് ഞാൻ സോറിയും പറഞ്ഞു. സോറി? ഈ സോറി പറഞ്ഞ എല്ലാം തീരുവോ? ഇനിയും താൻ ഇതുപോലെ വരില്ല എന്ന് ആര് കണ്ടു? അറിയാണ്ടൊന്നുമല്ല, മനഃപൂർവ്വം തന്നെയാ. വഷളൻ. സ്റ്റോപ്പ് ഇറ്റ്. അതേടി, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാ. ഇനിയും ഞാൻ വരും. അപ്പൊ മോള് ഇതുപോലെ അലറി കൂവാൻ നിൽക്കണ്ട, ഓക്കെ? ലച്ചു, അഹങ്കാരി. അയാൾ ആരാന്നാ വിചാരം? ഇനി വരും അത്രേ. വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വേദ അയാൾക്കറിയില്ല. വഷളൻ. മോളെ, എന്താ വല്യമ്മേ? ദാ ഇത് കുടിക്ക്. ഇതൊരു മരുന്നാ. വയറുവേദനയ്ക്ക് നല്ലതാ. നല്ല ആശ്വാസം കിട്ടും. എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ല വല്യമ്മേ. വയറുവേദന കുറവുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുടിക്കണം. ഇതൊരു ഔഷധ മരുന്നാ കുട്ടി. അത് വല്യമ്മേ, എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത്തിരിയെങ്കിലും കുടിക്കണം. ഈ വല്യമ്മയ്ക്ക് വേണ്ടി. കയ്പൊന്നും ഉണ്ടാവില്ല. പച്ചവെള്ളം കുടിക്കണ പോലെ തന്നെയുള്ളൂ. കുടിക്കാം, പക്ഷെ ഇത്തിരിയെ കുടിക്കൂ. മതി. ഏടത്തി, വലിയേട്ടൻ എവിടേക്കോ പോവാൻ നിൽക്കുക. ഏടത്തി അന്വേഷിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ മറന്നു. ഏട്ടൻ എന്നോട് പറഞ്ഞതാ പോണ കാര്യം. ഞാൻ ചെല്ലട്ടെ. ലച്ചു, ഇത് മുഴുവനും കുടിക്കണം കേട്ടോ. മുഖമൊന്നും വളിപ്പിക്കണ്ട. ഇത് മൊത്തം കുടിപ്പിച്ചിട്ടേ ഞാൻ പോവൂ. കുടിക്ക്. ലച്ചു, ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇതെന്താ, അമ്മയുടെ സ്ഥിരം മരുന്ന് മോൾക്കും തന്നോ? എന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചതാ. വല്യമ്മ പോയപ്പോ ദാ ഈ അപ്പച്ചി കൂടി ബാക്കി മൊത്തം കുടിപ്പിച്ചു. മാളു, കണ്ണനും അനന്തനും എവിടെ? രണ്ടാളും റൂമിലുണ്ട്. ഏട്ടനും അനിയനും ഒന്നിച്ചാ പിന്നെ നമ്മളെ ആർക്കും വേണ്ടാലോ. അതാരാ അപ്പച്ചി? മോളോട് പറയാൻ വിട്ടു. അനന്തനെ മാത്രമല്ലേ മോൾക്കറിയൂ. അനന്തന് താഴെ ഒരാൾ കൂടിയുണ്ട്, അഗ്നി. ഞങ്ങള് കണ്ണനെ വിളിക്കും. കണ്ണൻ രാവിലെ എത്തിയതാ. അമ്മ, ഇയാൾ എന്താ ഇവിടെ? ഈശ്വര, ഇയാളെ പറ്റിയാണോ അപ്പച്ചി പറഞ്ഞത്? ഇവളെന്താ ഇവിടെ? ഇവളെ കുറിച്ചാണോ ഏട്ടൻ പറഞ്ഞത്? കണ്ണ, നീ വന്നത് കൃത്യസമയത്താ. നിന്റെ കാര്യം ഞാൻ ലച്ചുമോളോട് പറയായിരുന്നു. ഞാനും കണ്ണനോട് ലച്ചുമോളെ പറ്റി പറഞ്ഞപ്പോ അവനാ മോളെ കാണണമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടി വന്നത്. അപ്പൊ ഇനി പ്രത്യേകിച്ചൊന്നും പറയണ്ടാലോ. കണ്ണ, ഇതാണ് വേദലക്ഷ്മി, ഞങ്ങളുടെ ലച്ചു. അല്ല, നിങ്ങളെ രണ്ടാളും എന്താ മിണ്ടാണ്ട് നിൽക്കണേ? അതവരാദ്യമായിട്ടല്ലേ പരിചയപ്പെടണേ, അതാവും. ഓ, അതായിരുന്നോ? അത് സാരില്ല, അത് പതിയെ മാറിക്കോളും. ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കണമെന്നേ ഉള്ളൂ.
ലച്ചുമോള് നന്നായി സംസാരിക്കും. അതെ അതെ, കഴുത്തിന് ചുറ്റുന്നാവാ. അത് പിന്നെ എനിക്കറിയാലോ അമ്മ. അതെങ്ങനെ നിനക്കറിയാം? ആ അല്ല, ഏട്ടൻ ഏട്ടൻ പറഞ്ഞായിരുന്നു. ലച്ചു, ഈ കാണുന്ന മസിലൊക്കെയുള്ളൂ ചെക്കന്. ആളൊരു പാവാ. അതെ അതെ, പാവം തന്നെ. വഷളൻ. മീര, അമ്മ, നിങ്ങൾ സംസാരിക്കുക, ഞാനിപ്പോ വരാം. ഇനി ഉടനെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇപ്പോഴൊന്നും വരില്ല. മോൾ ഈ നേരം വരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. മോള് വാ, അപ്പച്ചി ഭക്ഷണം എടുത്തു വെക്കാം. അയ്യോ അപ്പച്ചി, എനിക്കിപ്പോ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ആരോഗ്യം നോക്കണ്ടേ. ഈ സമയത്തൊന്നും കഴിക്കാൻ തോന്നില്ല. എന്നാലും കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അധികം ഒന്നും വേണ്ട, ഇത്തിരി കഴിച്ചാ മതി. ആനന്ദ, മാളു, നിങ്ങളും വാ. ഇതാ വരുന്നു അപ്പച്ചി. പാൽക്കടലാം നിന്നിരുനെഞ്ചിലാകെ കാൽത്തളയുണരുന്നു. രോഹിണി നാളിൽ മനസ്സിന്റെ കോവിൽ, രോഹിണി നാളിൽ മനസ്സിന്റെ കോവിൽ തുറന്നു വരുന്നമ്മ, എന്നിൽ തുളസിയണിഞ്ഞമ്മ. കൈ നിറയെ വെണ്ണതരാം, കവിളിലൊരുമ്മതരാം, കണ്ണൻ കവിളിലൊരുമ്മതരാം. എന്താ അമ്മ നിർത്തിയത്? ഇനിയും പാട്. ഇത് എത്രാമത്തെ വട്ടമാ കണ്ണ നീ ഇത് എന്നെ കൊണ്ട് പാടിപ്പിക്കണേ? മടുപ്പ് തോന്നണില്ലേ കുട്ടി നിനക്ക്? മടുക്കാനോ? ഒരിക്കലും ഇല്ല. അമ്മ പാടണ കേൾക്കാൻ ഒരു പ്രത്യേക സുഖ. അമ്മ, എൻഗേജ്മെന്റിന് ഇനിയും സമയമുണ്ടല്ലോ. പിന്നെന്തിനാ എല്ലാരും നേരത്തെ വന്നത്? അത് ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാരും വന്നത് ലച്ചുമോളെ കാണാനാ. മോൾ ഇവിടെ എത്തിയ നേട്ടം വിളിച്ചു പറഞ്ഞപ്പോ ഒരു സമാധാനം കിട്ടിയില്ല. അപ്പോ തന്നെ ഇവിടേക്ക് വന്നതാ. മോളെ കാണാൻ വേണ്ടി മാത്ര ഇത്രയും നേരത്തെ വന്നത്. ഇപ്പോഴാ ഈ തറവാടിനൊരർത്ഥം ഉണ്ടായത്. ആ മുഖത്ത് എന്ത് ഐശ്വര്യവാ. അതൊരു പാവം കുട്ടിയെ കണ്ണാ. അതെ അതെ, പാവം തന്നെ. എനിക്കല്ലേ അറിയൂ. കാണാൻ ചന്തമൊക്കെയുണ്ട്, പക്ഷേ സ്വഭാവം ശരിയല്ല. കഴുത്തിന് ചുറ്റും നാക്ക. കണ്ണ, അതൊരു പാവം കുട്ടിയാ. നീ വിചാരിക്കണ പോലൊന്നുമല്ല. കണ്ണ, ലച്ചുമോളുടെ അമ്മയും അച്ഛനും എങ്ങനെയാ മരിച്ചതെന്നറിയോ? സൂയിസൈഡ് ആയിരുന്നു. എന്താ, സൂയിസൈഡോ? അതെ കണ്ണ, ജയേട്ടനെ മായെക്കുറിച്ചും ആകെ ഉണ്ടായിരുന്നൊരറിവ് ദൂരെ എവിടെയോ ആണ്. അവർക്കൊരു മകളുണ്ട്, അത്ര മാത്രമായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാ വേദമോളുടെ വിവാഹം ക്ഷണിച്ചുകൊണ്ടുള്ളൊരു കത്തെഴുതിയത്. ജയേട്ടൻ്റെ അസുഖം കാരണം ജോലിക്കൊന്നും പോവാണ്ടായി. അങ്ങനെ വേദമോളും മായും പല ജോലികൾക്കും പോയി. മോളുടെ പഠിത്തം പാതി വഴിയിൽ നിർത്തി. അങ്ങനെ ഇരുന്നപ്പോഴാ മോളുടെ ജാതകത്തിൽ ചൊവ്വാദോഷം ഉണ്ടെന്ന് കാണണത്. ചൊവ്വാദോഷമുള്ള കുട്ടിയെ ആരാ വിവാഹം കഴിക്കുക? അങ്ങനെ പണം മോഹിച്ചിട്ടെങ്കിലും ഒരു കൂട്ടർ വന്നു. ആ വിവാഹത്തിന് ലച്ചുമോളുടെ പോലും സമ്മതം ചോദിച്ചില്ല. ഈ പ്രായത്തിലൊരു വിവാഹം ഉണ്ടായില്ലെങ്കിൽ പിന്നെ വിവാഹയോഗമേ ഇല്ലാന്നായിരുന്നു ജാതകത്തില്. പക്ഷേ അവരാവശ്യപ്പെട്ട സ്ത്രീധന തുക ഏട്ടന് കൊടുക്കാനായില്ല. അവസാനം സ്വന്തമായി ഉണ്ടാക്കിയ വീടും പുരയിടും ഏട്ടൻ വിറ്റു. വീടും പുരയിടും വിറ്റ കാശ് വാങ്ങിയവർ തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു. സ്ത്രീധനത്തുക മുഴുവനും കൊടുക്കാണ്ട് വിവാഹം നടക്കില്ല എന്നായപ്പോ ഏട്ടനുമായി ആത്മഹത്യ ചെയ്തു. മോളെ അവിടെ തനിയാക്കി വരാൻ വേണുവേട്ടന് മനസ്സ് തോന്നിയില്ല. അങ്ങനെയാ മോളെ ഇവിടേക്ക് കൂട്ടിയത്. അതൊരു പാവം കുട്ടിയാ കണ്ണ. ഇത്ര പ്രായത്തിലെ ആരും ഇല്ലാണ്ടായില്ലേ? കണ്ണ, ഓരോ മനുഷ്യനെ അടുത്തറിഞ്ഞാൽ മാത്രമേ അവരെന്താണെന്ന് നമുക്ക് മനസ്സിലാവൂ. ആരുടെയും ദോഷവും ഗുണവും നമ്മളെ വിധിക്കാൻ പാടില്ല. ഇനി നാളെ ആവാം ബാക്കി സംസാരം. സമയം എത്രയായെന്ന് അറിയോ രണ്ടാൾക്കും? സമയം പോയതേ അറിഞ്ഞില്ല. മോൻ പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്.
ശബ്ദം ഉണ്ടാക്കരുത്. ഞാൻ അറിയാതെ ഇവിടേക്ക് വന്നതാ. ഇവിടുന്ന് ഇവിടുന്ന് വേഗം പോ. ഞാൻ പോവാം. സോറി. എന്താ എന്ത് വേണം? ഞാൻ തന്നോട് സോറി പറയാൻ വന്നതാ. ഞാൻ അറിഞ്ഞില്ല താൻ അവിടെ ഉണ്ടാകുമെന്ന്. അറിയാതെ സംഭവിച്ചതാ. എന്തറിയാതെ? തനിക്കെന്താ കണ്ണ് കാണില്ലേ? പടം അടച്ചിരിക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് താൻ വന്നത് അറിയണ്ടെന്ന് പറഞ്ഞ ഞാനത് വിശ്വസിക്കണം? സോറി. ഈ സോറി പറഞ്ഞ എല്ലാം തീരുവോ? ഇനിയും താൻ ഇതുപോലെ വരില്ല എന്ന് ആര് കണ്ടു? അതേടി, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാ. ഇനിയും ഞാൻ വരും. അപ്പൊ മോള് ഇതുപോലെ അലറി കൂവാൻ നിൽക്കണ്ട. ഓക്കെ? അഹങ്കാരി. शेषाद्रिशेखर विभो तव सुप्रभातम् ईषत्प्रफुल्लसरसीरुहनारिकेल भूगद्रुमादिसुमनोहर पालिकानाम् आवादिमन्दमनिलः सह दिव्यगन्धैः शेषाद्रिशेखर विभो. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. പിന്നെ എവിടെ പോയി? മാളു. എന്താ കണ്ണ? വേദ എവിടെ? ലച്ചുമോള് റൂമിലുണ്ടല്ലോ. ഏയ്, അവിടെ എങ്ങും ഇല്ല. എങ്കിൽ അമ്മയുടെ അപ്പച്ചിയുടെ ഒപ്പം ഉണ്ടാവും. ഓക്കെ. വേദ, ഈശ്വര, ഇയാളോ? എന്താ എന്താ ഇവിടെ? ഞാൻ തന്നെ കാണാൻ വന്നതാ. എന്നെയോ? എന്തിന്? വീണ്ടും വഴക്കിടാനാണോ? അല്ല, ഇനിയും വഴക്കിടാതിരിക്കാൻ. വേദ, സോറി. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിന് സോറി. ഞാൻ മനഃപൂർവ്വമല്ല അന്ന് അവിടേക്ക് വന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ദെൻ ടു ബി ഹോണസ്റ്റ്, അന്ന് തൻ്റെ പാട്ട് കേട്ടാ ഞാൻ അവിടേക്ക് വന്നത്. തൻ്റെ പാട്ട് നന്നായിരുന്നു. താൻ ശബ്ദം ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ എന്താ ചെയ്തതെന്ന് പോലും എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ സോറി പറഞ്ഞിട്ടും താൻ ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെല്ലാം തനിക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർ യു ഓക്കെ? എന്താ കണ്ണ, ഒന്ന് നനയാൻ തോന്നുന്നുണ്ടോ? ആകെ ഒന്ന് നനയാൻ തോന്നുന്നു. എങ്കി ഇറങ്ങിക്കോ. പനി വരാണ്ട് ഈ ഡോക്ടറെ നോക്കിക്കോളാം. നാഥ, നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു.
ഏട്ടൻ എന്താ ഇവിടെ? ആ, അത് കൊള്ളാം. ഇത് ഞാൻ തന്നോടല്ലേ ചോദിക്കണ്ടേ? അല്ല, ഈ മഴയത്തെന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കണേ? അതും പാട്ടുപാടി. വെറുതെ മഴ കണ്ടപ്പോൾ ഒന്ന് നനയാൻ തോന്നി. പിന്നെ ഒറ്റയ്ക്കിരിക്കണത് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. മുൻപൊക്കെ തനിയിരിക്കണ പേടിയായിരുന്നു. എവിടെ ഒറ്റയ്ക്ക് പോവില്ല, എപ്പോഴും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവും. ഇപ്പൊ തനിയിരിക്കാനാ തോന്നണേ. അല്ല, അമ്മായി കണ്ടോ താൻ ഇവിടേക്ക് വരുന്നത്? ഇല്ല, വല്യമ്മ അറിഞ്ഞിട്ടില്ല. മാളുവച്ചിക്ക് പോലും അറിയില്ല. ഇപ്പൊ എന്നെ അവിടെ തേടി നടക്കണുണ്ടാവും. പറഞ്ഞു കൊടുക്കരുത് കേട്ടോ, അല്ലെങ്കിൽ എന്റെ ചെവി പൊന്നാക്കും. ഏയ്, ഞാൻ തന്നെ ഒറ്റക്കൊടുക്കില്ല. കണ്ണേട്ടൻ ഇവിടെ ഉണ്ടെന്ന് അപ്പച്ചിക്ക് അറിയോ? ഏയ് ഇല്ല, അമ്മ കാണാണ്ട് തിരിച്ചകത്ത് കയറണം. ഈ മഴ കുറയട്ടെ, എന്നിട്ട് പോവാം. ആ, പറയാൻ വിട്ടു, താൻ നന്നായി പാടുന്നുണ്ടല്ലോ. ഇന്നേ വരെ ഈ തറവാട്ടിലാരും പാടണം ഞാൻ കേട്ടിട്ടില്ല. പിന്നെ എവിടുന്ന് കിട്ടി ഈ വാസന? എന്റെ അമ്മ നന്നായി പാടുമായിരുന്നു, അങ്ങനെ കേട്ടു പഠിച്ചതാ. क्या आप उस बच्चे के साथ आए थे? हाँ, अब वह बच्चा कैसा है? डॉक्टर तुम्हें सब कुछ बता देगा, उससे मिलो। डॉक्टर, तुम कौन हो वह बच्चा? कि मैं कोई नहीं हूँ। क्या यह मॉम है? हाँ। क्या बच्चा का पद या गाया है? नहीं। तो फिर बेहतर यही होगा कि आप अपनी बेटी को देबरा उसके पास न भेजन। डॉक्टर, क्या परेशानी है? मुझे कुछ समझ नहीं आ रहा। आपकी बेटी गर्भवती है, लेकिन बच्चे ने कई दिनों से कुछ नहीं खाया है। आपका शरीर बहुत ताका हुआ है और आपके द्वारा हासिल की गई सभी कठिनाइयों बावजूद यही एक बड़ा सौभाग्य है कि आपकी बेटी और बच्चे को कुछ नहीं हुआ। आप डरने की कोई बात नहीं है, आप आज जा सकते हैं। बच्चा का अच्छे से ख्याल रखना। शुक्रिया डॉक्टर। अब आया, मैं इस बच्चे से बात नहीं कर सकता। जब मैंने पूछा कि उसका घर कहाँ है तो उसने कहा कि केरल में है। क्या आपका घर भी केरल में है? हाँ, यह केरल में है। ठीक है, ये दवाइयाँ भरी दो, बिल चुकाओ और जा सकते हैं। ठीक है। മോളെ, എന്റെ പേര് റാണി. വീട് അവിടെ അടുത്താ. ഞാനാ മോളെ എവിടെ എത്തിച്ചേ. മോൾ ആരാ? എവിടെയാ വീട്? എങ്ങനെയാ അവിടെ എത്തിയേ? അയ്യോ ക്ഷമിക്കൂ, ഞാൻ അറിയാതെ ചോദിച്ചതാ. മോൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഡോക്ടറിനെ കണ്ടു. മോൾക്കും കുഞ്ഞിനും ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല. കുറച്ച് കഴിയുമ്പോ പോവാം. മോള് വിശ്രമിക്കൂ, ഞാൻ മരുന്ന് വാങ്ങി വരാം. റാണിയമ്മ, ഞങ്ങളൊരു മുന്നറിയിപ്പും തരാണ്ട് വന്നത് മറ്റൊന്നും കൊണ്ടല്ല. മുൻപ് ഏട്ടത്തി ഒരു വാക്ക് തന്നിരുന്നു. എന്റെ കൊച്ചുമകള് മീരയുടെയും അഗ്നിയുടെയും തമ്മിലുള്ള വിവാഹം. അതിനെക്കുറിച്ച് സംസാരിക്കാനും കൂടിയാ ഞങ്ങൾ വന്നത്. അനന്തന്റെയും മാളുവിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് മതി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാന്നാ
ഏട്ടത്തിയാന്ന് പറഞ്ഞത്. ഇതിപ്പോ അവരുടെ നിശ്ചയമായി. ഇനിയെങ്കിലും അഗ്നിയുടെയും മീരമോളുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അത് സുഭദ്രെ, അന്ന് വാക്ക് തന്നെന്നുള്ളത് നേരാ. പക്ഷേ കുട്ടികളുടെ അഭിപ്രായം കൂടി അറിയണ്ടേ? മീരമോൾക്ക് എതിർപ്പൊന്നുമില്ല, മോൾക്കും സമ്മത. ഞങ്ങൾക്ക് അവരുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്താൻ ആഗ്രഹം. അത് മാലിനി, കണ്ണന്റെ അഭിപ്രായം കൂടി അറിയണ്ടേ? വേണു, നീ ഇതിൽ ഇടപെടണ്ട. ദേവന സീതയുണ്ടല്ലോ ഇവിടെ, അവര് പറയട്ടെ. വേണു പറഞ്ഞത് തന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത്. കണ്ണന്റെ അഭിപ്രായം ഞങ്ങൾക്ക് വലുത്. അവന് താല്പര്യമുണ്ടെങ്കിൽ ഇത് നടക്കും. പക്ഷേ മുൻപൊരിക്കൽ വാക്ക് തന്നെന്ന് കരുതി ഞങ്ങൾ ഞങ്ങളുടെ മകനെ നിർബന്ധിക്കില്ല. ഇതിനെ പറ്റി ഉടനെ ഒരു സംസാരം വേണ്ട. ഇനിയും സമയമുണ്ടല്ലോ. അപ്പൊ കുട്ടികളുടെ അഭിപ്രായം കൂടി നോക്കി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എങ്കിൽ അങ്ങനെ ആവട്ടെ. എന്തായാലും നിശ്ചയത്തിന് ഇനിയും സമയമുണ്ട്. അത് കഴിഞ്ഞേ ഞങ്ങൾ പോകൂ. അപ്പോഴേക്ക് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. നീ എന്താ മീര പറയുന്നേ? സത്യങ്ങൾ എല്ലാവരും ഒരിക്കൽ അറിയും. അതുവരെ കള്ളം പറഞ്ഞ് എങ്ങനെ മുൻപോട്ട് പോകും? എനിക്കറിയില്ല അഗ്നി. പക്ഷേ ഈ സിറ്റുവേഷനിൽ എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. എൻ്റെ ആദമിൻ്റെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതുപോലും അമ്മയ്ക്കും മുത്തശ്ശിക്കും അറിയില്ല. കാര്യങ്ങൾ അറിയുമ്പോൾ അവരെന്നെ ജീവനോടെ വെക്കില്ല. എനിക്കെൻ്റെ ആദമിൻ്റെ ഒപ്പം ജീവിച്ചാൽ മതി. ഓരോ നിമിഷവും എനിക്ക് പേടിയാകുക. ആദമിൻ്റെ കാര്യം അറിഞ്ഞാൽ അവർ ഞങ്ങളെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ല. നീ മാത്രമേ ഉള്ളൂ അഗ്നി എന്നെ ഇപ്പോൾ സഹായിക്കാൻ. പക്ഷെ മീര, എത്ര കാലം ഈ ഡ്രാമ മുൻപോട്ട് കൊണ്ടുപോകും? അഗ്നി, നീ എനിക്ക് കുറച്ച് സമയം താ. എല്ലാത്തിനും ഞാൻ തന്നെ ഒരു അവസാനം ഉണ്ടാക്കും. ആദമിൻ്റെ ഒപ്പം ഞാനും US പോവാം. അതുവരെ നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. നീ അല്ലാതെ എനിക്ക് ആരുമില്ല അഗ്നി. ഈ ഒരു ഹെൽപ്പ് കൂടി നീ എനിക്ക് ചെയ്തു തരണം. നീ വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മാളേച്ചി, അതാരാ വന്നേ? അത് മുത്തശ്ശന്റെ സഹോദരിയും മകളും ഒക്കെയാ. ആ പ്രായമുള്ള സ്ത്രീയില്ലേ, അത് സുഭദ്ര മുത്തശ്ശി, മുത്തശ്ശന്റെ സഹോദരിയാ. കൂടെയുള്ളത് അവരുടെ മകളാ മാലിനി ആന്റി. അവരെല്ലാരും ചെന്നൈയിലാ താമസം. പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ, അത് മീരേച്ചി, മാലിനി ആന്റിയുടെ മകളാ. മീരേച്ചി ചെന്നൈയിൽ തന്നെ ജോലി ചെയ്യണേ. ആളൊരു പാവമാ. ആ ദുഷ്ടക്കൂട്ടങ്ങളെ പോലല്ല കേട്ടോ. മീരേച്ചിയുടെ അമ്മയും മുത്തശ്ശിയും അത്ര നല്ല സ്വഭാവം ഉള്ളവരല്ല. എന്തിനും അതിനും ഉടക്കും. ഒരു നല്ല കാര്യം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. മറ്റുള്ളവർ നന്നാവണ ഇഷ്ടമല്ല. കേട്ടിട്ടില്ലേ ഡോമിനേഷൻ? അതിന് ഏറ്റവും വലിയ ഉദാഹരണ വന്നിരിക്കുന്ന ഈ 2 സാധനങ്ങളും. ഇവിടുത്തെ ജോലിക്കാരോടൊക്കെ നന്നായി ശകാരിക്കും. അവർക്ക് പോലും ഇവറ്റകള് വരണ ഇഷ്ടമല്ല. മീരേച്ചിയുടെ അച്ഛനും മുത്തശ്ശനും വന്നിട്ടില്ലേ? അവരെവിടെയാന്ന് പോലും ആർക്കും അറിയില്ല. അച്ഛൻ പറയണ കേട്ടിട്ടുള്ളതാ, ഇവരുടെ കുടുംബത്തില് പുരുഷന്മാരാരും വാഴില്ല. എല്ലാ സ്ത്രീകളുടെ മേൽനോട്ടാ. ഇവരുടെ ഭരണവും ധിക്കാരവും കാരണം മീരേച്ചിയുടെ അച്ഛനും മുത്തശ്ശനും ആ സ്ത്രീകളെ ഉപേക്ഷിച്ച് പോയെന്നാ കേട്ടിട്ടുള്ളത്. പിന്നെ മീരേച്ചിക്ക് ഒരു അനിയനും കൂടിയുണ്ട്, അഭി. ഇവര് വന്നതുകൊണ്ട് ഉടനെ വരാതിരിക്കില്ല. അവന്റെ സ്വഭാവം അത്ര ശരിയല്ല. കൂടെ കൂട്ടാൻ കൊള്ളില്ല. ഈ ദുഷ്ടക്കൂട്ടങ്ങളെ പോലെ തന്നെയാ. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളെല്ലാം ഉണ്ട്. മാസത്തിൽ പകുതി ദിവസവും പോലീസ് സ്റ്റേഷനിലാ. വരുമ്പോ അധികം മിണ്ടാണ്ടിരിക്കണതാ നല്ലത്. പിന്നെ ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കില്ല. കണ്ണന്റെ അടുത്ത് അതൊന്നും വില പോയില്ല. അതെന്താ? കണ്ണന്റെ അടുത്ത് കൂടുതൽ അഭ്യാസം കാണിക്കാൻ പോയില്ല. എന്തോ പ്രശ്നം ഉണ്ടായപ്പോ ഒരിക്കലും കണ്ണൻ ശരിക്കലും പെരുമാറിയിട്ടുണ്ട്. അതിൽ പിന്നെ കണ്ണനെ പേടിയാ. ഇവിടെ ആർക്കും അതിനെപ്പറ്റി അറിയില്ല കേട്ടോ. എനിക്കും അനന്തേട്ടനും മീരേച്ചിക്കൊക്കെ അഭിയെക്കുറിച്ച് അറിയാം. സ്വന്തം അനിയനല്ലേ, ഒരു പരിധി വരെ മീരേച്ചി ക്ഷമിക്കും. നീ കണ്ടോ മാലിനി ആസത്തിനെ? കണ്ടു അമ്മേ. ഈ അപ്പച്ചി ഇത് എന്ത് ഭാവിച്ച? കാര്യം ശരിയാ, ദേവേട്ടന്റെ ചോര തന്നെയാ. പക്ഷേ പ്രസവിച്ചത് ആ വേലക്കാരിയല്ലേ? ആ ബാല്യക്കാർക്ക് കണ്ണും കൈയും കാണിച്ച ജയദേവനെ മയക്കിയത്. അപ്പോൾ ആ ഗുണം മകൾക്കും കാണാതിരിക്കുവോ? ഇനി ഇവിടുത്തെ ആണുങ്ങളെ മയക്കി കുപ്പിയിലാക്കി ഈ കാണുന്ന സ്വത്തെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയാണോ അവളുടെ ഉദ്ദേശം? അതിന് ഞാൻ ജീവനോടിരിക്കുമ്പോൾ അവളുടെ ഉദ്ദേശം നടക്കില്ല. നീ കണ്ടോ മാലിനി, ആ ആസത്തിനെ ഇവിടുന്ന് ഞാൻ പായിക്കണത്.
ചൊവ്വാദോഷ ഉണ്ടെന്നാ കേട്ടത്. തക്ക സമയത്ത് വിവാഹത്തിന് പണം കിട്ടാണ്ട് വന്നപ്പോൾ അതിന്റെ മാനക്കേട് കാരണം ആ ബാല്യക്കാരത്തെയും ജയദേവനും മരിച്ചതെന്നാ സീത പറഞ്ഞത്. ഈ അസത്തിന്റെ തലവട്ടം കണ്ടപ്പോഴേ ഈശ്വരൻ ആയുസ് വെട്ടിക്കുറച്ച് കാണും. അല്ലാണ്ടിപ്പോൾ എന്താ? അവള് പോകണ വരെ ഇവിടെ ഞാൻ സുഖമായിട്ട് വാഴിക്കില്ല. അവളെ ഇവിടുന്ന് പായിക്കാനുള്ള വഴി ഈശ്വരൻ തന്നെ കാണിച്ചു തരും. നിശ്ചയം ഒന്ന് കഴിയട്ടെ അമ്മേ, അതുവരെയുള്ളൂ അവളുടെ ഇവിടുത്തെ ജീവിതം. അല്ലമ്മേ, മീരമ്മയുടെ അഗ്നീരം കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? ഇനി കാര്യത്തോടടുക്കുമ്പോൾ ഈ വിവാഹത്തിന് സമ്മതമല്ലാന്ന് ഇനി പറയോ? ഇവിടെ ആർക്കും ഒരു കുലുക്കവും കാണണില്ല. രണ്ടും കൽപ്പിച്ച് നമ്മൾ വന്നത് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനാ. ഈ സ്വത്തുക്കളെല്ലാം നമുക്കുള്ളതാ മാലിനി. അത് പുറത്തുനിന്നൊരാൾ വന്ന് അവകാശം പറ്റണത് എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അനന്തന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു പേടിയില്ല. ഇനി അഗ്നിയേ ഉള്ളൂ. ഈ വിവാഹം നടന്ന ലാഭം നമുക്കാ. എങ്ങനെയെങ്കിലും ഈ സ്വത്തുക്കളിൽ നമുക്ക് കൂടി ഒരു അവകാശം വേണം. അതിനു വേണ്ടി കൂടിയാ ഈ വിവാഹത്തിന് ഞാൻ വാശി പിടിക്കണത്. മീരമോള് സമ്മതാണെന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതൊക്കെ നിന്റെ വെറും തോന്നലാ മാലിനി. മീരമോൾക്ക് സമ്മത. നീ കണ്ടിട്ടില്ലേ അവർ തമ്മിലുള്ള കൂട്ട്? അവർ ശരിക്കലും സ്നേഹത്തിലാ. അതുകൊണ്ടല്ലേ ഇത്രയും നാള് വരാണ്ടിരുന്ന അഗ്നി ഇപ്പൊ വന്നത്. മീരമോള് പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങോട്ട് വരണ കാര്യം. അതുകൊണ്ടാവും അഗ്നിയും വന്നത്. നീ അധികം കാട് കയറി ചിന്തിക്കണ്ട. അവർ തമ്മിൽ നല്ല സ്നേഹ. ഇതൊന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു.